ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCERT ക്ലാസ് 9 ഫസ്റ്റ് ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. A wire 3.5 meter long is to be cut into two pieces, with one piece bent into a square and the other into an equilateral triangle. The length of the sides of both must be same. How should the wire be cut? 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? 3.5 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 മീറ്റർ എന്ന് പറഞ്ഞാലോ 200, 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300, അര എന്ന് പറയുമ്പോൾ 50, അപ്പം 350 സെൻറ്റിമീറ്റർ ആണ് ഒരു ലൈന്. ആ ലൈനെ കട്ട് ചെയ്താണ്ട് ഒന്നുകൊണ്ട് സ്ക്വയറും ഉണ്ടാക്കി, ഒന്നുകൊണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. രണ്ടിനും എന്തുകൊണ്ട് ഞാൻ എ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നു രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കും. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കും എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ടാണ് രണ്ടിനും ഞാൻ എന്ത് കൊടുത്തത്? എ എന്ന് കൊടുത്തത്. ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ, സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയാണ്, റെക്റ്റാങ്കിൾ ഇതാ ഈ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്ററും ട്രയാങ്കിൾ കേട്ടോ, സ്ക്വയറിൻ്റെ പെരിമീറ്ററും ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടി കൂട്ടിയാൽ 350 കിട്ടും. കിട്ടുമോ ഇല്ലയോ? കിട്ടും. കാരണം ഇത് രണ്ടും ആ വരയുടെ അല്ലെങ്കിൽ ആ വയറിൻ്റെ നീളമാണ്, ആ കമ്പിയുടെ നീളമാണ്. ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. ഇതൊരു സമചതുരമാണ്. ഇനി ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്, അത് 3a ആണ്. ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഈക്വൽ ടു കമ്പിയുടെ നീളം. അതായത് സമചതുരത്തിൻ്റെ ചുറ്റളവ് പ്ലസ് ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ കമ്പിയുടെ നീളമാണ്. അതായത് 3a. ഇവിടെ ഒരു 4 ആണ് കേട്ടോ, 4 എഴുതിയിട്ടില്ല. എന്താണ് 4a? 4a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരത്തിൻ്റെ ചുറ്റളവ്. 3a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. സമചതുരത്തിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ a+a+a+a എത്രയുണ്ട്? 4a ആൻഡ് ദാറ്റ് ഈസ് 4a. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡാണ്. അപ്പോൾ a+a+a 3a. 4aയിലോട്ട് 3a കൂട്ടുമ്പോഴാണ് 7a കിട്ടുക. ഇനി ഈ 7നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. 350/7 ആണ്. 350നെ 7 ഡിവൈഡ് ചെയ്യുന്നതാണ് 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 7 35 പിന്നെ ഒരു 0 ഉണ്ട്, അപ്പോൾ 50. എയുടെ വാല്യൂ ആണ് 50. സ്ക്വയർ കട്ട് ചെയ്യേണ്ടത് 4a മെത്തേഡിലാണ്. അപ്പോൾ 4 × 50 200 അഥവാ 2 മീറ്റർ. അപ്പോൾ വയറ് സ്ക്വയറിന് ആവശ്യമുള്ളത് 2 മീറ്ററും ബാക്കി വരുന്നത് 1.5 മീറ്ററുമാണ്. ഈ രീതിയിൽ വേണം വയറ് കട്ട് ചെയ്യാൻ. 2 മീറ്റർ 1.5 മീറ്റർ എന്ന് പറയുന്ന രീതിയിലായിരിക്കണം എന്ത് കട്ട് ചെയ്യേണ്ടത്? വയർ അല്ലെങ്കിൽ കമ്പി കട്ട് ചെയ്യേണ്ടത്. 2 മീറ്റർ കൊണ്ട് സ്ക്വയറും 1.5 മീറ്റർ കൊണ്ട് ത്രികോണവും ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ആൻസർ ചെയ്യുന്ന രീതി കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.